അപ്പൊ മക്കളെ, നമ്മൾ റെക്ടിഫിക്കേഷന്റെ പ്രോബ്ലം ഏരിയയിലേക്ക് പോവാണ്. ഇപ്പൊ ചെയ്യുന്ന ക്വസ്റ്റ്യൻ എക്സാമിന് വരുമോ? യെസ്, തീർച്ചയായിട്ടും വരും. ഇതിന്റെ അപ്പുറത്തേക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. പക്ഷേ ഇത് മാത്രം പഠിച്ചാൽ ശരിയാവില്ല. കാരണം എക്സാമിന് പല രൂപത്തിലാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന സാധനം കോർ കണ്ടന്റ് ആണ് വരുന്നത്. പക്ഷേ എക്സാമിന് ക്വസ്റ്റ്യൻസ് മാറ്റി ചോദിക്കാം. നമ്മൾ നേരിട്ട് ക്വസ്റ്റ്യൻസ് ഇതാണ് റെക്ടിഫിക്കേഷൻ, ഇതാണ് മിസ്റ്റേക്ക് എന്നുള്ളത് ചോദിക്കാം. അവിടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റെഫർ ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു റെക്ടിഫിക്കേഷൻ എൻട്രി പഠിക്കുന്ന സമയത്ത് നേരത്തെ പഠിച്ചിട്ടുള്ള അസറ്റ് കൂട്ടാനും ലാബിലിറ്റീസ്, അസറ്റ് കൂട്ടാനും എക്സ്പെൻസ് കൂട്ടാനും ഡെബിറ്റ് ചെയ്യണം, കുറക്കാൻ ക്രെഡിറ്റ് ചെയ്യണം. ലാബിലിറ്റി കൂട്ടാനും ഇൻകംസ് കൂട്ടാനും ക്രെഡിറ്റ് ചെയ്യണം, കുറക്കാൻ ഡെബിറ്റ് ചെയ്യണം. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കയറുകയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും വേണം നല്ല മൈൻഡിൽ കൂടി ഇരിക്കുക. ഇത് നിങ്ങളുടെ ബുക്കിൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഞാൻ ഇതിൽ ഒരു എൻട്രി എഴുതുന്ന സമയത്ത് കറക്റ്റ് റോങ് റെക്ടിഫിക്കേഷൻ പറയും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോണേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്രെഡിറ്റ് സെയിൽസ് ടു അമീർ റുപ്പീസ് നോട്ട് റെക്കോർഡ്. അമീറിന് സാധനം വിറ്റു, അത് എവിടെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അമീറിന് സാധനം വിറ്റിട്ടുണ്ട്, ഇത് എവിടെയും റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് എറേഴ്സ് ഓഫ് ഒമിഷൻസ് ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എറേഴ്സ് ഓഫ് ഒമിഷൻ. അപ്പൊ നമുക്ക് എറേഴ്സ് ഓഫ് ഒമിഷൻ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയുണ്ട്? പാർഷ്യലും ഉണ്ട്, കംപ്ലീറ്റും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ എഴുതേണ്ടത് ഏത് എറേഴ്സ് ആണ്? എറേഴ്സ് ഓഫ് പാർഷ്യൽ ഇത് പാർഷ്യൽ ഒമിഷൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിൽ വേറെ സാധനം വേണം. പാർഷ്യൽ ഒമിഷൻ ട്രയൽ ബാലൻസിനെ ബാധിക്കോ? നോ, ബാധിക്കില്ല. കാരണം എന്താ? ഡെബിറ്റിലും ക്രെഡിറ്റിലും എമൗണ്ട് എഴുതിയാലല്ലേ, എൻട്രി എഴുതിയാലല്ലേടാ ബാധിക്കുക. അതിലൊന്നും എഴുതിയിട്ടില്ല. സോ ഇതെങ്ങനെ റെക്ടിഫിക്കേഷൻ ചെയ്യും? അമീറിന് സാധനം വിറ്റിട്ടുണ്ട്, ഇതുവരെ റെക്കോർഡ് ചെയ്തില്ല. സോ റെക്കോർഡ് ചെയ്താൽ പോരെ? റെക്കോർഡ് ചെയ്ത് എങ്ങനെ വരാം? റെക്ടിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അമീറിന് സാധനം വിറ്റ് കഴിഞ്ഞാൽ അമീർ ഡെപ്റ്റർ ആണോ, ഡെപ്റ്റർ അസറ്റ് ആണോ? അസറ്റ് കൂട്ടാൻ എന്ത് ചെയ്യണം? അസറ്റ് കൂട്ടാൻ ഡെബിറ്റ് ചെയ്യണം. സോ അമീർ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ഇൻകാണോ? ഇൻകം കൂട്ടാൻ ക്രെഡിറ്റ് ചെയ്യണോ? യെസ്, സെയിൽസ് ഇൻകം ആണ്. ഇൻകം കൂട്ടാൻ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എത്ര രൂപയ്ക്ക് സാധനം സെയിൽ ചെയ്തത്? 1000 രൂപയ്ക്ക്. അപ്പം എന്താ എൻട്രി ഇടുക? അമീർ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്ന് കാണിക്കണം. ഫസ്റ്റ് വൺ ഈസ് റെഡി. നെക്സ്റ്റ് വൺ, അനൂപിന് സാധനം വിറ്റിട്ടുണ്ട്. അനൂപിന് സാധനം വിറ്റിട്ട് റെക്കോർഡ് ചെയ്തത് 7000 രൂപ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. എത്ര രൂപയ്ക്ക് സാധനം വിറ്റ്? 10000 രൂപ സാധനം വിറ്റിട്ട് 7000 രൂപ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. സോ എന്താണ് കറക്റ്റ് എൻട്രി? അനൂപിന് സാധനം വിറ്റാൽ അനൂപ് പൈസ തരാൻ ആളായിരിക്കുമല്ലോ. അനൂപ് ഡെപ്റ്ററാണ്, ഡെപ്റ്റർ അസറ്റാണ്. അസറ്റ് കൂട്ടാൻ ഡെബിറ്റ് ചെയ്താൽ മതി. സോ എൻട്രി അനൂപ് അക്കൗണ്ട് ഡെപ്റ്റർ എത്ര രൂപ? 10000. കറക്റ്റ് എൻട്രി. ടു, നിങ്ങളെ സെയിൽസ് നിങ്ങളെ ഇൻകം ആണ്. ഇൻകം കൂട്ടാൻ ക്രെഡിറ്റ് ചെയ്താൽ മതി. സോ അനൂപ് അക്കൗണ്ട് ഡെപ്റ്റർ സെയിൽസ് നിങ്ങളെ ഇൻകം. ഇവരെന്ത് എഴുതി? അനൂപ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്ന് പറഞ്ഞാൽ എത്ര രൂപ കാണിച്ചേ? അനൂപ് അക്കൗണ്ട് ഡെപ്റ്റർ സെയിൽസ് 7000 രൂപയാണ് ഇവർ കാണിച്ചത്. അനൂപ് അക്കൗണ്ട് ഡെപ്റ്റർ സെയിൽസ് 7000 രൂപയാണ് കാണിച്ചത്. ഇത് എറേഴ്സ് ആണോ? റോങ് ആണ്. എന്ത് ചെയ്യണം? നമുക്ക് മനസ്സിലാവേണ്ടത്, നിങ്ങൾക്ക് സെയിൽസ് നിങ്ങൾ ഇൻകം അല്ലേ, 7000 നിന്ന് എത്തിലേക്ക് എത്തണം? 10000 എത്തണം. സെയിൽസ് ഇൻകം കൂട്ടണം. ഇൻകം കൂട്ടാൻ ക്രിയേറ്റ് ചെയ്യണം. സോ റെക്ടിഫിക്കേഷൻ എൻട്രി ടു സെയിൽസ് എത്ര ഇൻകം കൂട്ടണം? 3000. അനൂപ് പറഞ്ഞ ഒരാൾ പൈസ തരാനുണ്ട്. ആ പൈസ തരാനുള്ളത് 7000 ആണോ തരാനുള്ളത്? അല്ല, അനൂപ് തരാനുള്ള പൈസ 10000. അപ്പൊ അനൂപ് ഡെപ്റ്ററാണ്. യെസ്, ഡെപ്റ്ററാണ്. ഡെപ്റ്റർ കൂട്ടാൻ ഡെബിറ്റ് ചെയ്താൽ മതി. സോ എൻട്രി അനൂപ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് ഈസ് എ റെക്ടിഫിക്കേഷൻ എൻട്രി. എക്സാമിന് പേപ്പേഴ്സ് നോക്കുന്ന, വാല്യുവേഷൻ നോക്കുന്ന ടീച്ചേഴ്സ് നോക്കുന്നത് ഈ എൻട്രി, റെക്ടിഫിക്കേഷൻ എൻട്രി മാത്രമായിരിക്കും. നിങ്ങൾ ശരിയാണോ തെറ്റാണെന്ന് അവർ വെരിഫൈ ചെയ്യില്ല കേട്ടോ. സോ അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കയറുകയാണ്. ആഷിമിന് സാധനം സെയിൽ ചെയ്തിട്ട് സെയിൽസ് ടു ഹാഷിം റുപ്പീസ് 10,000 ഈസ് റെക്കോർഡ് ആസ് 12,000. ആഷിമിന് സാധനം വിറ്റിട്ടുണ്ട്. അത് 10000 രൂപ സാധനം വെക്കിയത് 12000 രൂപയായിട്ട് മാറി. സോ കറക്റ്റ് എൻട്രി എന്ന് പറയുമ്പം ആഷിമിന് സാധനം വെക്കുമ്പം ഹാഷിം അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എത്ര രൂപ? ഹാഷിം അക്കൗണ്ട് ടു സെയിൽസ് 12000 രൂപ. ഇതായിരുന്നു എൻട്രി ഇടുന്നുണ്ട്. പക്ഷെ ഇവരെന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റോങ് ആയിട്ട് എൻട്രി ചെയ്തത് എങ്ങനെ?
എമൗണ്ട് മാറിപ്പോയി. ആഷിം അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് പറഞ്ഞിട്ട് എത്ര രൂപ കാണിച്ച്? 10,000 രൂപ കാണിച്ച്. സോറി റിസൾട്ട് ടു ആഷിം റുപ്പീസ് 10,000. സോ ഇവിടെ 10,000, 10,000 രൂപക്കാണ് സാധനം വിറ്റത്. ഇവർ എത്ര രൂപയായിട്ട് കാണിച്ച്? 12,000 രൂപയായിട്ട് കാണിച്ചു. അതല്ലേ പറഞ്ഞേ, സെയിൽസിൽ 12,000. ഇതിൻ്റെ ഇവിടെ ഇപ്പം എന്താ പ്രശ്നം കിടക്കുന്നുണ്ടാവുമല്ലോ, നിങ്ങളെ ഇൻകം 2,000 രൂപ കൂടി കിടക്കുന്നുണ്ടാവും. അതായത് സെയിൽ ഇൻകം 10,000 ഉള്ളത് എത്രയായിട്ട് പറയുന്നുണ്ട്? 12,000. അപ്പോൾ സെയിൽ എന്ന് പറഞ്ഞാൽ സാധനം ഇൻകാണ്. ഇൻകം കൂടിയാണോ? യെസ്, ഇൻകം കൂടി. അപ്പോൾ ആ ഇൻകം കുറക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻകം കുറക്കാൻ എന്ത് ചെയ്താൽ മതിടാ? ഇൻകം കുറക്കാൻ ക്രെഡിറ്റ് ചെയ്താൽ സോറി, ഇൻകം കൂട്ടാൻ ക്രെഡിറ്റ് ചെയ്താൽ മതി, ഇൻകം കുറക്കാൻ ഡെബിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് റെക്ടിഫിക്കേഷൻ സെയിൽസ് അക്കൗണ്ട്, സെയിൽസ് എത്ര കൂടി കിടക്കുന്നുണ്ട്? 2,000 കൂടി കിടക്കുന്നുണ്ട്. ആ കൂടിയ സെയിൽസ് കുറക്കാൻ ഡെബിറ്റ് ചെയ്താൽ പോരെ. ഇനി ആഷിമർ ആള് ആക്ച്വലി നിങ്ങൾക്ക് എത്ര തരാനുള്ളൂ? 10,000 തരാനുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് എത്ര തരാനുള്ള മതി കാണിച്ച്? 12,000 തരാൻ, 2,000 കൂടുതലായിട്ട് കാണിക്കും. അപ്പൊ അത്ര തരാനുണ്ടോ ആഷിമി? ഇല്ല. ആഷിമ ഡെപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ എന്ത് വെച്ചാൽ ആ കൂടിയ ഡെപ്റ്റർ ഇല്ലടാ ആഷിമെ, ആ ആഷിമിനെ കുറക്കണം. ഡെപ്റ്റർ എന്ന അസറ്റാണ്, അസറ്റ് കുറക്കാൻ ക്രെഡിറ്റ് ചെയ്താൽ മതി. സോ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഹാഷിം എന്ന് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കൂടി കിടക്കുന്ന ആഷിം ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. സോ ഇതാണ് എന്തിൻ്റെ എൻട്രി? അമീറിന് റെക്ടിഫിക്കേഷൻ എൻട്രി. ഇത് എൻട്രിയുടെ കൂടിയ സെയിൽസ് കുറച്ചു, കൂടിയ ഡെപ്റ്ററെ കുറച്ചു. സോ സെയിൽസ് അക്കൗണ്ട് ടു ആഷിം അക്കൗണ്ട് എന്ന് പറയുന്നത് വരുന്നത്. തേർഡ് വൺ സാലറി പെയ്ഡ് ₹2,000 റോങ്ലി ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. ഇത് ഏത് അറിയാം? സാലറി എന്ന് പറയുന്ന സാധനം എക്സ്പെൻസ് ചെയ്തതിൻ്റെ അടുത്ത് പകരം നിങ്ങൾ പറ, സാലറിന് എക്സ്പെൻസ് ചെയ്യുന്നിടത്ത് പകരം വേജസ് ആണ് അങ്ങനെ എഴുതിപ്പോയി. ഇതിന് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്, മറന്നു പോയത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്. സാലറി കൊടുക്കുന്ന 2,000 കൊടുക്കുന്ന പകരം വേജസിലേക്ക് എഴുതിപ്പോയി. അപ്പോൾ നമ്മൾ ഇത് തന്നെ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കറക്റ്റ് എൻട്രി എഴുതാം. എന്ത് കറക്റ്റ് എൻട്രി? സാലറീസ് അക്കൗണ്ട് ഡെറ്റർ 2,000 ടു ക്യാഷ് ആണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? എമൗണ്ടിൽ മിസ്റ്റേക്ക്, എറേഴ്സ്, എക്സ്പെൻസ് അങ്ങോട്ട് മാറിപ്പോയതാണ്. സോ എന്താണ് ഇവിടെ റോങ് ആയിട്ട് പോയത്? ഇവിടെ എന്താ എഴുതിയത്? വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 2,000. ഇത് നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? നിങ്ങൾ റെക്ടിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെ എഴുതാം? നമുക്ക് ഈ വേജസ് എന്ന സാധനം എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് ഇപ്പോൾ ക്യാഷ് ശരിയാണോ? യെസ്, ക്യാഷ് ശരിയാണ്. വേജ് ആണ് എക്സ്പെൻസ് കൂടി കിടക്കുന്നുണ്ട്. ആ വേജ് ആയിരുന്ന എക്സ്പെൻസ് നിങ്ങൾക്ക് സത്യത്തിൽ വേണോ? വേണ്ട. എക്സ്പെൻസ് ഒഴിവാക്കണം. യെസ്, ഒഴിവാക്കണം. എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ മതി. എക്സ്പെൻസ് കുറക്കാൻ ക്രെഡിറ്റ് ചെയ്താൽ മതി. ടു വേജസ് എന്ന് കാണിക്കും. വേജസ് അക്കൗണ്ട് 2,000. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് എക്സ്പെൻസ് കൊണ്ടുവരണം? ബിസിനസ്സിലേക്ക് സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ് കൊണ്ടുവരണം. സോ സാലറീസ് അക്കൗണ്ട് ഡെറ്റർ ടു വേജസ് അക്കൗണ്ട് ആണ് റെക്ടിഫിക്കേഷൻ എൻട്രി വരും.